സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ 3-ാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഗാന്ധിജിയെ ആകർഷിച്ച പാശ്ചാത്യ ചിന്തകരാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. വലിയ ക്വസ്റ്റ്യൻസും വരും, ചെറിയ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ആൾ ജോൺ റസ്കിനാണ്. ജോൺ റസ്കിൻ്റെ ചിത്രം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ജോൺ റസ്കിൻ. അപ്പോൾ ജോൺ റസ്കിൻ ഗാന്ധിജിയെ ആകർഷിച്ച ഒരു വ്യക്തിത്വമാണ്. ജോൺ റസ്കിൻ്റെ പുസ്തകം അൺ ടു ദ ലാസ്റ്റ് എന്നുള്ള ജോൺ റസ്കിൻ്റെ പുസ്തകമാണ് ഗാന്ധിജിയെ ആകർഷിച്ചത്. അത് ആ പുസ്തകത്തിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം ഗാന്ധിയെ വളരെയധികം ആകർഷിച്ചു. ആ പുസ്തകത്തിൽ ആകർഷിച്ച ആശയങ്ങൾ ഇതൊക്കെയാണ്. വ്യക്തിയുടെ നന്മ പൊതുനന്മയിൽ അന്തർലീനമാണ്. ഓരോ വ്യക്തികളുടെ നന്മ പൊതുനന്മയെ ബേസ് ചെയ്താണ്. പിന്നെ അഭിഭാഷകവൃത്തിക്ക് എല്ലാ ജോലിക്കും ഒരേ മഹത്വമാണ് ഉള്ളതെന്നും ഉള്ള ആശയം ഗാന്ധിജിക്ക് കിട്ടി. അതുപോലെ തന്നെ അധ്വാനിച്ചുള്ള ജീവിതം മൂല്യമേറിയതാണ്. ഏത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട്. അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആശയമാണ് ഗാന്ധിക്ക് ആ പുസ്തകത്തിൽ നിന്ന് കിട്ടിയത്. അപ്പം ഈ അൺ ടു ദ ലാസ്റ്റ് എന്നുള്ള ഈ പുസ്തകം ഗാന്ധിജി സർവോദയ എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അത് കൂടുതൽ ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ ഗാന്ധിജി കഴിഞ്ഞു. അപ്പം സർവോദയ എന്നുള്ളതിൻ്റെ അർത്ഥം എല്ലാവർക്കും ക്ഷേമം. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോൾ ഗാന്ധിയെ ആകർഷിച്ച ഒരാൾ ജോൺ റസ്കിനാണ്. ഇത് വ്യക്തിത്വങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത് 3 പേരുടെ 3 എഴുതണം. അടുത്ത ടോൾസ്റ്റോയിയാണ്. ടോൾസ്റ്റോയുടെ ഒരു പുസ്തകമാണ് ഗാന്ധിജിയെ ആകർഷിച്ചത്. കിങ്ഡം ഓഫ് ഗോഡ് വിത്ത് യു എന്ന പുസ്തകമാണ് ഗാന്ധിജിയെ ആകർഷിച്ചത്. അതിൻ്റെ അകത്ത് പാസീവ് റെസിസ്റ്റൻസ് എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതിനുള്ളിൽ അഹിംസയുമായി ബന്ധപ്പെട്ട, ഗാന്ധിജി അഹിംസയുടെ വക്താവാണ്, അഹിംസയുമായി ബന്ധപ്പെട്ട ഒരാശയമായിരുന്നു അത്. അപ്പം അക്രമമില്ലാതെ എന്ന് പറഞ്ഞാൽ അഹിംസയോ അക്രമം, മറ്റുള്ളവരോട് യാതൊരു തരത്തിലുള്ള അക്രമവും ഇല്ലാതെ സമരം ചെയ്ത് കാര്യങ്ങൾ നടത്തുക. അതാണ് ടോൾസ്റ്റോയുടെ ഐഡിയ. അപ്പോൾ അക്രമരാഹിത്യത്തിൻ്റെ അപ്പോസ്തോലൻ എന്നാണ് ഗാന്ധി ടോൾസ്റ്റോയെ വിശേഷിപ്പിച്ചത്. അതും വൺ വേർഡായിട്ട് ക്വസ്റ്റ്യൻ വരാം. ഇനി അടുത്തയാൾ തോറോ. ഹെൻറി ഡേവിഡ് തോറോ ആണ് ഗാന്ധിജി ആകർഷിച്ച അടുത്ത വ്യക്തിത്വം. അമേരിക്കൻ ചിന്തകനാണ് ഈ ഹെൻറി ഡേവിഡ് തോറോ. അമേരിക്കൻ ചിന്തകനാണ്. സിവിൽ നിയമ ലംഘനത്തെക്കുറിച്ചുള്ള ഒരു ആശയങ്ങൾക്കാണ് ഈ തോറോ മുൻതൂക്കം നൽകിയത്. തോറോയുടെ ഒരു എസ്സേയുണ്ട്. എസ്സേ ഓൺ ദ ഡ്യൂട്ടി ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് എന്നൊരു പുസ്തകം, ഒരു എസ്സേയാണ്. ആ പുസ്തക എസ്സേ ഗാന്ധിയെ ആകർഷിച്ചു. അപ്പം ഈ തോറോയുടെ ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ഉപന്യാസമാണ് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം നടന്നല്ലോ. ആ വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ ഗാന്ധിക്ക് ശക്തി നൽകുക തോറോയുടെ പുസ്തകമാണ്. അതുപോലെ തോറോയുടെ ഈ പുസ്തകത്തിലൂടെ ഗാന്ധിജി ഇന്ത്യയിലെ സത്യാഗ്രഹത്തിലൂടെ സ്വാതന്ത്ര്യ സമരം ചെയ്യാനും ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയത് തോറോയുടെ ലേഖനങ്ങളാണ്. തോറോ ഒരു അധ്യാപകനായിട്ട് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. ഇനി സാമൂഹിക ജീവിതത്തിൽ ഗാന്ധിജി കുറേ പരീക്ഷണങ്ങൾ നടത്തി. അതിലൊന്നാണ് ഫിനിക്സ് സെറ്റിൽമെൻ്റ് എന്ന് പറയും. ഒരു കുറേ സ്ഥലം ഗാന്ധിജി വാങ്ങി അവിടെ പ്രിൻറ്റിംഗ് പ്രസ്സും ഒക്കെ സ്ഥാപിച്ചാണ് ഫിനിക്സ് സെറ്റിൽമെൻ്റ് എന്ന് പറയും. അപ്പം അൺ ടു ദ ലാസ്റ്റ് എന്നുള്ള ആ പുസ്തകം പ്രചോദനമായ ഗാന്ധി 1904 വർഷം ഓർത്തിരിക്കണം. ഡർബൻ അടുത്ത് മൗണ്ട് എഡ്രംബോയിൽ സ്ഥലം വാങ്ങി, കുറച്ച് സ്ഥലം മേടിച്ചു. അവിടെ ഫിനിക്സ് സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി. കുറേ സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് താമസിക്കുക അവിടെ ചെയ്യുന്നത്. അവിടെ എല്ലാവർക്കും തുല്യവേതനം, ജോലി ചെയ്തു. അവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കുറേ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി. അവിടെ കൃഷിയുണ്ട്, പഴങ്ങളുണ്ട്, പച്ചക്കറികൾ, ഇതെല്ലാം കൃഷി ചെയ്തിരുന്നു. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള കൂലിയാണ് നൽകിയിരുന്നത്. ഗാന്ധിജി താമസിക്കുന്ന വീടും പിന്നെ അതിൽ കുറേ പേര് അംഗങ്ങളുണ്ട്. അവരുടെ വീടും പ്രിൻറ്റിംഗ് പ്രസ്സും ഇങ്ങനെ ജോലി ചെയ്ത് പണം സമ്പാദിക്കാനും ആളുകളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഗാന്ധിജി തുടങ്ങിയ ഒരു സംഘടനയാണ് ഫിനിക്സ് സെറ്റിൽമെൻറ്റ്. ഫിനിക്സ് സെറ്റിൽമെൻറ്റിനെ കുറിച്ച് വിശദമായിട്ട് എഴുതാൻ ചോദിക്കാം. അതിനടുത്ത ടോൾസ്റ്റോയ് ഫാം. ടോൾസ്റ്റോയ് ഗാന്ധിജിയെ ആകർഷിച്ച ഒരു എഴുത്തുകാരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ഗാന്ധി ഒരു ഫാം തുടങ്ങി. 1910 അത് ട്രാൻസ്വാളിലാണ് ഈ ടോൾസ്റ്റോയ് ഫാം തുടങ്ങിയത്. ടോൾസ്റ്റോയ് ഫാമിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടോൾസ്റ്റോയ് ഫാമിന് ടോൾസ്റ്റോയുടെ സ്മരണ നിലനിർത്താൻ ആ പേരാണ് കൊടുത്തത്. ലാവിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. 1200 ഏക്കർ ഭൂമിയിലാണ് ഈ ഫാം ഉള്ളത്. ഈ ഫാമിൽ ഒത്തിരി പേര് അവിടെ താമസിച്ചാണ് കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പല ജാതിയിൽപ്പെട്ട ആളുകളുണ്ട്. വെള്ളക്കാരുണ്ട്, പല കറുത്ത വർഗ്ഗക്കാരും ആ ഫാമിനുണ്ടായിരുന്നു. അത് ഫാമിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആശയം അഹിംസ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല. സസ്യാഹാരമായിരുന്നു അവിടുത്തെ ആളുകളുടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം. അപ്പോൾ ഈ ടോൾസ്റ്റോയ് ഫാമും ഫിനിക്സ് സെറ്റിൽമെൻറ്റും ഒക്കെ ഗാന്ധിക്ക് ആശ്രമമായിട്ട്, അതായത്
ഒരുപാട് ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഗാന്ധിക്ക് പ്രചോദനം നൽകിയ 2 കാര്യങ്ങളായിരുന്നു അത്. ഇനി സത്യാഗ്രഹം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സത്യാഗ്രഹത്തിൻ്റെ വക്താവാണ് ഗാന്ധി. ട്രാൻസ്വാൾ ഗവൺമെൻറ് 1904 ഒരു നിയമം കൊണ്ടുവന്നു. അതായത് 8 വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യക്കാരും, അവരെ ഇന്ത്യൻ കൂലികളെന്ന് അവർ വിളിച്ചുകൊണ്ടിരുന്നത്, എല്ലാ ഇന്ത്യക്കാരും ഏഷ്യാറ്റിക് രജിസ്ട്രി പേര് ചേർക്കണം, എന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിന് എൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് ഗാന്ധി മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഗാന്ധി ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചു. ഇതൊരു നിയമമായിട്ട് ഓർഡിനൻസാണ് കൊണ്ടുവന്നത്. അത് ഗുജറാത്തിയിലേക്ക് പരിഭാഷപ്പെടുത്തി ഇന്ത്യക്കാർക്ക് വിശദമാക്കി കൊടുത്തു. പാസീവ് റെസിസ്റ്റൻസ് എന്ന പേരിൽ ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. പക്ഷേ പാസീവ് റെസിസ്റ്റൻസ് എന്നുള്ള ഇംഗ്ലീഷ് പേരായതുകൊണ്ട് ഗാന്ധിജി അതിന് പകരം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു പേര് നിർദ്ദേശിക്കാൻ കുറേ ആളുകളോട് ആവശ്യപ്പെട്ടു. അതിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന പേരാണ് സത്യാഗ്രഹം എന്ന പേര്. അത് മുറുകെ പിടിക്കാമെന്നാണ് ഇതിൻ്റെ അർത്ഥം, സത്യാഗ്രഹത്തിന്. ആ പേരിൽ ഗാന്ധിജി അവിടെ ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാരോട് ചെയ്യുന്ന വർണ്ണവിവേചനത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി സത്യാഗ്രഹം രൂപം കൊടുത്തു. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം ഗാന്ധിജിയെ ഒരു വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനാക്കി മാറ്റി. ആ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം കൊണ്ടാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് മുൻ നേതൃത്വം കൊടുക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞത്. അപ്പോൾ ഇതോടെ 3ാമത്തെ ചാപ്റ്ററും 2 വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അതും കഴിഞ്ഞു. ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് 1 വേർഡുകൾ എഴുതിയെടുക്കുക. 1 വേർഡ് തന്നെ ചോദ്യം ഉണ്ടാക്കി ഉത്തരം എഴുതുക, പഠിക്കുക. എന്നിട്ട് അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും പഠിക്കുക. മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ 4 ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇടാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് തൊട്ട് അടുത്ത ദിവസം തന്നെ എത്തുന്നതായിരിക്കും. ഇത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.